അപ്പം ഞാനിന്ന് പറയാൻ വന്നത് നമ്മുടെ അനുമോളെ കുറിച്ചിട്ടാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ആ കുട്ടി ബിഗ് ബോസ് പോയി ആ മത്സരം അതിൽ പങ്കെടുത്ത് അതിൽ ബിഗ് ബോസിന് വിന്നറായി ട്രോഫിയും വാങ്ങി ആ കുട്ടി വന്നിട്ടും ആ കുട്ടീനെ ഇട്ടിട്ട് എന്താ പറയുക, വല്ലാതെ ഉപദ്രവിക്കുകയാണ് ആൾക്കാർ അല്ലേ. എത്ര ആൾക്കാരാണ് അതിൻ്റെ നേരെ തിരിയുന്നത്, എന്തിനാണ് എന്നാണ് അറിയാത്തത്. കാരണം അനുമോൾ മാത്രമാണ് അവിടെ PR കൊടുത്ത് പോയിട്ടുള്ളത്. ഈ അനീഷ് അല്ലെ അനുമോൾ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വിന്നറാവുകയെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അനീഷ് വിന്നറായേനെ, ഞങ്ങളൊക്കെ അങ്ങനെയാണ് കരുതി അനീഷാണ് വിന്നറാവുക, അനുമോൾ രണ്ടാമതേ വരുള്ളൂ. പക്ഷേ റീ എൻട്രിക്കാർ വന്നതാണ് അനുമോളെ വിന്നറാക്കി. ഈ പറയുന്ന ഞാനൊന്നും ബിഗ് ബോസ് കാണും അനുമോളുള്ളത് കൊണ്ട് എന്നല്ലാതെ ഞങ്ങളാരും വോട്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ റീ എൻട്രിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുക, ഹോട്ട്സ്റ്റാർ എങ്ങനെയാണ് എടുക്കുക, എങ്ങനെയാണ് വോട്ട് ചെയ്യാമെന്നൊന്നും അറിയാത്ത ഞങ്ങൾ വരെ അത് പഠിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആ കുട്ടീനെ അവിടെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നതെന്ന് കണ്ടവർക്കൊക്കെ അറിയാവുന്നതല്ലേ. ആ കുട്ടീനെ എത്രമാത്രം ഈ പറയുന്ന അവളെ നേരെ ഇങ്ങനെ കുരയ്ക്കുന്ന ആൾക്കാരായ നിങ്ങൾ പോയി നിൽക്കുക, അങ്ങനെ അത്രയും അങ്ങനെ പിടിച്ച് ഇതിൽ. പിന്നെ അവിടെ നിന്ന് പോയിട്ട് പിന്നെയും വന്ന ഇവർ തന്നെ, അവരാദ്യമേ ആ സ്ട്രോങ്ങിൽ ഇപ്പോൾ അവിടെ വന്ന് കാണിച്ച് അതേ സ്ട്രോങ്ങിൽ അവരവിടെ നിൽക്കുകയായിരുന്നു. അവർ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇല്ലല്ലോ. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സമയത്ത് എല്ലാവരും കൂടി ഓളെ ഒറ്റയ്ക്കിട്ട് ആക്രമിച്ചപ്പോഴാണ് അനീഷിനെ സ്നേഹിച്ചവരും കൂടി അനുമോൾക്ക് വോട്ട് കൊടുത്തത്. അങ്ങനെയാണ് അനുമോൾ ജയിച്ചത്, അല്ലാതെ അനുമോൾ PR-ൻ്റെ ബലത്തിലല്ല ജയിച്ചത്. ഇനിയിപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് ഞാൻ PR-ആണെന്ന് ആരും പറയണ്ട, ഞാൻ ഒരു PR-ഉം അല്ല. ഞാൻ അനുമോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടമാർപ്പറ സ്റ്റാർ മാജിക് എന്ന ഈ പ്രോഗ്രാമിലും സുരഭിയിലും ഒക്കെ കൂടെ അവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആരാധകരുണ്ട്. അങ്ങനെയുള്ളതിൽ ഒരാളാണ് ഞാൻ കേട്ടോ. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ അവിടെ കോഴിക്കോട് പിന്നെ ആനക്കാമ്പൊയിൽ പുല്ലരാമ്പാറ ആനക്കാമ്പൊയിൽ ആ ഭാഗത്ത് ഉൾഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് അനുമോളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇനി ഞങ്ങൾ അനുമോളെ PR-ആണെന്നൊന്നും പറയണ്ട. കണ്ടിട്ട് ഓരോരുത്തർ ഇവർക്ക് പിന്നെ അനുമോളെ കമൻ്റ് ഇടുന്നത് കണ്ടിട്ടാണ് ഞാനിത് വന്നത്. ഇപ്പോൾ ഒരു വീഡിയോ ഞങ്ങളുടെ അതിലൊരു അമ്മ പറഞ്ഞു, ഞങ്ങളാണ് അനുമോളെ ശക്തി, ഞങ്ങളാണ് അനുമോളെ PR, ഞങ്ങളെ സപ്പോർട്ടാണ് അല്ലാതെ അനുമോൾ PR. അതിൽ വന്ന മോശം കമൻറ്റുകൾ ആ അമ്മ, അത് നല്ലൊരു പ്രായമുള്ളൊരമ്മ, ആ അമ്മേനെ ഓരോരുത്തർ വിളിക്കുന്ന ചീത്തയും ഓരോന്ന് പറയുന്ന കമൻറ്റും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുക, ഈ പറയുന്നവർക്കൊന്നും വീട്ടിലെ അമ്മയോ പെങ്ങന്മാരോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണോ ഇമ്മാതിരി മോശം രീതിയിലുള്ള കമൻ്റ് ഇടാൻ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നീ അനുമോളെ മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ അനുമോളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മത്സരാർത്ഥികൾ നിങ്ങൾക്ക് PR തന്നോ അനുമോളെ ആക്രമിക്കാൻ? എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്. വന്ന് അവൾ പിന്നെ സമ്മാനം മേടിച്ച് വന്ന് ട്രോഫി മേടിച്ച് വന്നു, എന്നിട്ട് അവളെ ഇട്ടിട്ട് പൊരിക്കുകയാണ്. ഇപ്പോൾ ഈ ഞാൻ പറയണം, ഇപ്പോൾ ഒരുപാട് പേരുണ്ട് മോശം കമൻ്റ് ഇടുന്നത്. ഇതൊക്കെയോ ഈ പറയുന്നവർക്കൊക്കെ അനുമോളെ നേരിട്ട് അറിയുന്നവരാണോ? ഇനി അങ്ങനെയാണെങ്കിൽ അനുമോൾ നിങ്ങളോടായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അത് തീർക്കലാണോ? എന്താണെന്നൊന്നും അറിയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അതൊരു പെൺകുട്ടിയാണ്. പിന്നെ കണ്ടോ, അവൾ കോടീൻ്റെ വീടുണ്ടാക്കി 16 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങി, പാവപ്പെട്ട കോടീശ്വരി. 10-30 വയസ്സേ ആ കുട്ടിക്കായിട്ടുള്ളൂ. ആ കുട്ടി 10-18 വയസ്സ് തൊട്ടിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി വാങ്ങിയതല്ലേ. അല്ലാതെ ഈ പറയുന്നവരൊക്കെ വീട്ടിലെ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്ന് തിന്നും കുടിച്ചു ഇരിക്കും പോലെ ഇരുന്നിട്ടുണ്ടാക്കിയതല്ലല്ലോ. അത് രാപ്പകലില്ലാതെ ഓടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിയ മുതലാണ്. അപ്പോൾ അവൾക്ക് 10 ലക്ഷം 20 ലക്ഷം എത്ര വേണേലും വാങ്ങാം. പിന്നെ അവൾ കഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൾ എല്ലാവരോടും പറയുന്നു. അതിനെന്താ കുഴപ്പം? അവൾ കഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞുള്ളൂ, ഇല്ലാത്തത് അവൾ പറയുന്നില്ലല്ലോ. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു നിങ്ങളുടെ പെങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ അങ്ങനെ ആരെങ്കിലും ആണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടേച്ചാൽ നിങ്ങൾ അവരെ ഇങ്ങനെ തന്നെയാണോ പറയുക? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ മോശം കമൻറ്റൊക്കെ കേട്ടോ. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ. അതിനെന്തിനാണ് ഇങ്ങനെ വരുന്നത്? നമുക്ക് യൂട്യൂബും പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ യൂസ് ചെയ്യുക. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും, അല്ലാതെ ഒരാളെ ഇങ്ങനെയിട്ട് ടോർച്ചർ ചെയ്ത് കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് റീച്ച് കൂട്ടണമെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ ഈ മോശം കമൻ്റ് ഇടുന്നവരൊക്കെ ഇത് വായിക്കുന്ന പ്രായമായ അമ്മമാരും പിന്നെ എല്ലാവരും ഇത് വായിക്കുകയോ കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങളെ എത്രമാത്രം മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു, പിന്നെ പ്രാഗം നിങ്ങൾ അറിയുന്നുണ്ടോ? ഓരോരോ അമ്മമാരെ നിങ്ങൾ ഒരിക്കലും, പ്രത്യേകിച്ച് പ്രായമായ അമ്മമാരെയൊന്നും നിങ്ങൾ ഒരിക്കലും മോശം കമൻ്റ് ഇടരുത്. കാരണം അത് കേൾക്കുമ്പോൾ അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാവും നിങ്ങൾ അറിയുന്നില്ല. ആ വേദനയിൽ അവരറിയാതെ ഒന്ന് മനസ്സിനൊന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ ഈ നെകളിപ്പ്. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. ആരെയും എന്ത് പ്രശ്നം വന്നാലും ആരെയും ദ്രോഹിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക.
അതിനൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ.